metabolism syndrome, we have done almost every variable we measured as well. They are not focusing on body weight. That not price with say university cards, anytime we quality variable we measured as well. Not അമ്മേ എന്നാണ് ഇവിടെ രണ്ടെണ്ണത്തിന് ഞാൻ പറ്റാന്ന് നാട്ടുകാരെന്ന് വിചാരിക്കില്ല പറഞ്ഞോടല്ലോ. എന്റെ അമ്മ ഇവിടെ ചുമ്മാ കിടന്ന് ഉഴപ്പും. എന്നെ പഠിക്കാൻ പോലും സമ്മതിക്കുന്നില്ല. അമ്മേ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചോണ്ട് ഇപ്പൊ പോയിട്ട് എളുപ്പാ. ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ തുടങ്ങുമ്പോൾ ജർമ്മനി എന്നുള്ള രാജ്യം തന്നെയോടെ ഞാൻ അറിഞ്ഞത്. അവിടെ എനിക്ക് കുറച്ച് പ്രയോറിറ്റി കൂടുതൽ വേണം. എന്നതാ എനിക്ക് കുറച്ച് സ്വാതന്ത്ര്യം വേണമെന്ന്. സ്വാതന്ത്ര്യം അല്ലേ? നീ എഴുന്നേറ്റെ, ജർമ്മനിക്കാരി എഴുന്നേറ്റെ, ഗോവിത്തയും എഴുന്നേറ്റെ. ഗോവിത്ത ഒന്നില്ലെങ്കിൽ തിണ്ണയിലോ എന്റെ കൂടെ അടുക്കളയിലോ വന്നിരിക്കും. UK കാരി ഇവിടുന്ന് പഠിക്കുക കേട്ടോ. ഇനി ഇവിടുന്ന് ഒരു അച്ഛ കേട്ടു പോകരുത്. ഇതൊക്കെ എക്സാമിന് കാണണേ, ഇല്ലാത്ത പൈസ മുടക്കി പഠിപ്പിക്കുന്ന. അയ്യോ എന്തൊരൊത്തൊരുമയാ. പഠിക്കുമ്പോ ഇതൊന്നും കാണുകയല്ലോ രണ്ട് പെമ്മക്കളേലും. ഇപ്പൊ എന്തൊരൊത്തൊരുമയിലാ രണ്ടും കൂടി ഇരിക്കുന്നേ. നാളെ ഞായറാഴ്ച പെണ്ണുങ്ങളെ മര്യാദയ്ക്ക് എന്റെ കൂടെ പള്ളി വന്നോണം കേട്ടോ. അല്ലാതെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ വലിയ കൊമ്പത്ത് കയറാനൊന്നും പറ്റത്തൊന്നുമില്ല. താൻ പാതി ദൈവം പാതിന്നാ. പള്ളി പോവാം, പക്ഷെ ഞങ്ങൾ മണർകാട് പള്ളിയിലേ പോകത്തുള്ളൂ. മണർകാട് പള്ളിയിൽ തന്നെ എത്ര വിശേഷം? നമ്മുടെ പള്ളിയിൽ പോയി കഴിഞ്ഞാൽ എല്ലാരും ചോദിക്കും, പ്രത്യേകിച്ച് ആ സൂസനാൻറ്റി ചോദിക്കും, കൊച്ചെന്നെ OIT ഇത്രമായിട്ട് പഠിച്ചു കഴിഞ്ഞില്ലേ, ആ കൊച്ചിനെ +2 കഴിഞ്ഞ് എന്തിനാ ജർമ്മനിക്ക് പഠിപ്പിക്കാൻ വിടുന്നത്, ഇതൊക്കെ. അതുകൊണ്ട് എനിക്ക് മേലെ ഇത് ഇവരോട് ഉത്തരം പറയാൻ. അതുകൊണ്ട് ഞാൻ പോകുന്നില്ല. ആഹാ, നിന്നെയൊക്കെ പള്ളിയും നാട്ടുകാരും പഠിപ്പിക്കുന്നത്? ആ തന്തപ്പടി ആ ഗൾഫിൽ കിടന്ന മലയാളം ഉമ്മനീരൊക്കെ ഉള്ള പൈസ മൊത്തം ഇങ്ങോട്ട് ഇറക്കി കടോ വില നേരിച്ച് രണ്ട് പെണ്ണുങ്ങളോടെ പഠിപ്പിക്കുന്നതിന്റെ പാട് ഞങ്ങൾക്ക് അറിയാം. അപ്പൊ അമ്മമാർക്കൊന്നും പറ്റത്തില്ലെന്ന് ആരാടി നിന്നോട് ചോദിക്കാൻ വരുന്നത്? ഇങ്ങോട്ട് കൊണ്ടുപോവാ, ഞാൻ ചോദിക്കാല്ലോ, ഞാൻ പറയാലോ അവർക്ക് ആൻസർ. അവന്മാർക്കൊന്നും പറ്റത്തില്ല. നാളെ മര്യാദയ്ക്ക് രണ്ടും കൂടി പള്ളി പോകണം കേട്ടല്ലോ. ചേച്ചി ഈ പാസ്ബുക്ക് ഒന്ന് കൊടുത്തേക്കാവോ? അമ്മ ഇന്ന് വരത്തില്ലേ? അമ്മയ്ക്ക് എന്നെ പറ്റി? അമ്മയുടെ വീട്ടിൽ പോയേക്കുക. പിന്നെ മോക്ക് കുടുംബശ്രീക്ക് നിന്നൂടെ? എനിക്ക് ക്ലാസ് ഉണ്ട്. പോറൊക്കെ ആയോ? ഇല്ല, പഠിച്ചോണ്ടിരിക്കുവല്ലേ. ഇനി എല്ലാം വേണം സഹിച്ചേട്ടന്. രണ്ട് പെണ്ണുങ്ങളൊന്നും പറക്കൂല്ലേ? ശരി, എന്നാ ഞാൻ പോവാ, എനിക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ട്. ഈ +2 കഴിഞ്ഞ് ഇവിടെ വല്ലോ നഴ്സിംഗ് പഠിപ്പിക്കണ്ടേ? ഈ ചെറുപ്രായത്തിലെ അങ്ങ് വെളിയിലോട്ട് വിടുക. അവിടെ പിന്നെ ചോദിക്കാനും പറയാനും ആരും ഇല്ല. പൈസ ഉള്ളതിന്റെ ഹുങ്ക്, അല്ലാണ്ട് ഇപ്പൊ എന്നതാ ചുമ്മാ പൈസ കളയാനായിട്ട്. എന്നാത്തിനാ ഈ പ്രായത്തിൽ ഈ പെണ്ണുങ്ങളെല്ലാം വെളിയിൽ പോകുന്നത്? ഈ കുഞ്ഞു നിക്കറും ഇട്ട് ഈ ഉള്ള ഫോട്ടോ എല്ലാം എടുക്കാൻ വേണ്ടിട്ടാ. അവിടെ പിന്നെ ചോദിക്കാനും പറയാനും ആരും ഇല്ലല്ലോ. ഞങ്ങളിവിടെ മോളുടെ കാര്യം പറയുമായിരുന്നു. ഞാൻ കേട്ട്. ചിട്ടിയുടെ പൈസ കൊടുത്ത്. ചേച്ചി, ഈ നാട്ടിൽ 8-10 ലക്ഷം രൂപ കൊടുത്ത് നഴ്സിംഗ് പഠിച്ചിട്ട് പിന്നെ ഇവിടെ പ്രാക്ടീസും ചെയ്തിട്ട് പുറത്തു പോകുന്നതിനേക്കാളും ഭേദം ജർമ്മനി പോയി നഴ്സിംഗ് പഠിക്കും. അതാകുമ്പോ ഫ്രീ എഡ്യൂക്കേഷൻ ആണ്. മാസാമാസം സ്റ്റൈഫിന് ഇങ്ങോട്ട് കിട്ടും. ലൈഫ് സെറ്റ് ആവും. മാസം 1 ലക്ഷം രൂപ വരെ ഇങ്ങോട്ട് കിട്ടും. പിന്നെ ഈ നിക്കറിടുന്നത് അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമല്ലേ ചേച്ചി? എന്താന്നറിയാൻ മേല, ദേഹാസകലൊരു അസ്വസ്ഥത പോലെ. പെങ്കൊച്ച് 1 ലക്ഷം രൂപ എന്ന് പറഞ്ഞുകൊണ്ടാ. അത് കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളും. അതായിരിക്കും. അമ്മ താജ്മഹൽ കണ്ടിട്ടുണ്ടോ? താജ്മഹൽ ഈ ഷാജഹാന്റെ അല്ലേ? അത് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടേ ഞങ്ങൾ പോവാൻ വേണ്ടി ഇരുന്നതാ. അപ്പോഴാണ് ഇവിടെ വൈകുണ്ടെന്ന് പറഞ്ഞ. പിന്നെ പോക്കൊന്നും നടന്നില്ല. എങ്കിൽ അമ്മയ്ക്ക് ഒരു സുവർണാവസരം വന്നെത്തിയിരിക്കുകയാണ്. താജ്മഹൽ മാത്രമല്ല, ഇന്ത്യ ഗേറ്റ്, റെഡ് ഫോർട്ട്, കുത്തബ് മിനാർ, ഖാൻ, സരോജിനി മാർക്കറ്റ്, അഗർ സംസ്ഥാനക്ക് ബഗോളി. പിന്നെ ഈ പൈസ ഇല്ലാത്ത നേരത്തെ ടൂറ് പോണം നമ്മള്. അമ്മ, എനിക്ക് അടുത്ത സെന്റർ ഇട്ടിരിക്കുന്നത് ഡൽഹിയിലാ. എന്റെ അമ്മ ചുമ്മാ ഉടായ്പായിട്ട് വന്നിരിക്കും. ഇവർക്ക് ചുമ്മാ കറി അടക്കാൻ വേണ്ടി ഓരോ സെന്റർ ആയിട്ട് വന്നിരിക്കും കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യമായിട്ട് മുംബൈയിൽ വന്നിട്ട് കോലാപ്പൂര് പോയി എഴുതിയിട്ട് അവിടെ പോയിട്ട് 6 മാർക്ക് കുറഞ്ഞു. ബാംഗ്ലൂർ പോയി എഴുതിയിട്ട് അവിടെ 4 മാർക്ക് കുറഞ്ഞു. ഇവിടെയൊക്കെ പോയ എക്സാം പാസ്സാവൂ. അല്ല, നീ ജർമ്മനിക്ക് പോണതിന് മുമ്പ് എന്നെ ഇന്ത്യ കറക്കാന്ന് വല്ല നേർച്ച വല്ലതും നടന്നിട്ടുണ്ടോ? വള പണയം വെച്ചിട്ടാണേലും പോവാം. അതിൽ ഇറങ്ങി തിരിച്ചില്ലേ? ഡൽഹി എങ്കിൽ ഡൽഹി. രണ്ടെണ്ണം ഒന്ന് അനങ്ങി നടക്കാവോ? ഇപ്പൊ എന്നെക്കാളും മേലാഴികയെ പെണ്ണുങ്ങൾക്ക്. എടി, ആ ഗ്രേസി ആന്റിയുടെ വീട്ടിൽ കയറണം. മക്കളുടെ അടുത്തോട്ട് പോവാ. അമ്മേ, അവരുടെ വീട്ടിൽ പോവണ്ട. അവരുടെ മക്കളെല്ലാം വെളിയിലാന്ന് പൊങ്ങച്ചങ്ങൊക്കെ എന്നെ കൊണ്ട് വയ്യ. അവിടെ പോവണ്ട. ശരി അമ്മേ, ആ തള്ള ഭയങ്കര തള്ള. അവിടെ കയറണ്ട. എടി, ആ തള്ള തള്ളുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ തള്ളു. നിങ്ങൾ ഇങ്ങ് വന്നേ അങ്ങോട്ട്. ഞാൻ പോകാനുള്ള സാധനമൊക്കെ വറക്കുമായിരുന്നു. തിന്നു നോക്ക്. നിങ്ങൾക്ക് എന്നാ കുടിക്കാൻ വേണ്ട? ചായയാണോ?
ചായ ഒന്നും എടുക്കണ്ട, ആന്റി അവിടെ ഇരിക്കും. ആന്റിക്ക് ഇനി എന്നാ പോണ്ടേ? ഞാൻ തിങ്കളാഴ്ച വൈകിട്ടത്തെ ഫ്ലൈറ്റിന് അങ്ങ് പോകും. നിങ്ങൾ എവിടെ പോയാൻ ഇറങ്ങിയതാ? ഞങ്ങൾ ഈ ബാങ്കിലൊക്കെ പോയേക്കുവായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഇവിളെയും കൊണ്ട് ഞങ്ങള് മുംബൈക്ക് പോയേക്കുവായിരുന്നു എക്സാം എഴുതിക്കാനായിട്ട്. അതിൽ അവസാനം കിട്ടി കേട്ടോ. ഇനി എന്നാ അങ്ങ് പോകുന്നേ? ഇല്ല, കുറച്ച് പ്രോസസ്സിംഗ് ഒക്കെ ഉണ്ട്. ഏജന്റിനെ കണ്ടുപിടിക്കണം. ഒരിടത്ത് കൊണ്ടേ പഠിപ്പിക്കാൻ ചേർത്തത്, അതിന് ചെലവ്. പിന്നെ ഈ കണ്ട എക്സാമിനൊക്കെ ബുക്ക് ചെയ്യേണ്ടത്, അയ്യോ അതാണെങ്കിൽ കേരളത്തിൽ കിട്ടത്തേ ഇല്ല. ഞാനും എന്റെ പിള്ളേരെ കൊണ്ട് ഇതുപോലെ ഒരുപാട് നടന്നതാ ഇങ്ങനെ എഴുതിക്കാനൊക്കെ ആയിട്ടെ. ഇപ്പൊ ഇവളെ വിടാനുള്ള പേപ്പർ വർക്ക് നോക്കണം, ഇനി അതിനും ആളെ കണ്ടുപിടിക്കണം. എക്സാമിന് തന്നെ ഏജന്റിന്റെ പുറകെ നടന്നു നടന്ന് ഞങ്ങൾ മടുത്ത്. നിങ്ങൾ ആ കാര്യത്തിന് എണ്ണത്തിനാന്നേ വേവലാതിപ്പെടുന്നേ. ഇപ്പൊ എല്ലാരും അങ്ങനെ പ്രോസസ്സിങ് ചെയ്യുന്ന IRS വഴിയല്ലേ നമ്മുടെ കോട്ടയത്തെ. അവിടെ ജർമ്മൻ പഠിപ്പിക്കും, മോക്കറിയാവോ? പഠിപ്പിക്കുമുണ്ട്. പിന്നെ എക്സാം എഴുതി കിട്ടുന്ന പിള്ളേരുടെ പ്രോസസ്സിങ് എല്ലാം ചെയ്യും. വിസ ഉൾപ്പെടെ എല്ലാം ചെയ്ത് അവർക്ക് കയറ്റി വിടാനുള്ള എല്ലാ കാര്യം ചെയ്യും. നമുക്ക് ആ കാര്യത്തിൽ എന്നത്തിന് നീ തലവേദന പിടിക്കണേ? മോള് ജർമ്മൻ എക്സാം എഴുതിയോ? ഇവള് ജർമ്മൻ അല്ല, ഇവള് ഇപ്പൊ OET നേഴ്സ്. അതൊട്ടും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. OET IELTS എല്ലാം അവിടെ പഠിപ്പിക്കുന്നുണ്ട്. അതിന്റെ പ്രോസസ്സിംഗ് എല്ലാം ചെയ്യുന്നുണ്ട്. OET-കാർക്ക് ഒരു എക്സാം ഉണ്ടല്ലോ, സിം എക്സാം. നമ്മള് OET-ക്ക് എങ്ങനെയാണോ ഒരു സെന്ററിൽ പോയി എക്സാം എഴുതുന്നത് അതേപോലെ തന്നെ അവർ അവിടെ എടുക്കും. അതുകൊണ്ട് പിള്ളേർക്ക് എന്നാ പേടിയില്ല. അതുകൊണ്ട് വിജയശതമാനം അവിടെ കൂടുതലാ. മോൾ എങ്ങോട്ടാ നോക്കുന്നേ? ഞാൻ UK അയർലൻഡ് ആന്റി നോക്കുന്നത്. മാർക്ക് കിട്ടുന്ന പോലെ ഇരിക്കും. എന്നാ UK? ഇപ്പൊ ഉള്ള എല്ലാ മലയാളി പിള്ളേരും അവിടെയാന്നാ പിള്ളേര് പറയണേ. മലയാളികളെ തട്ടി നടക്കാൻ പറ്റിയല്ലെന്നാ പറയുന്നേ. എനിക്ക് പോണോന്നുണ്ടെങ്കിൽ ഫ്രാൻസിന് പോകണമെന്ന് ഒരാഗ്രഹം. ബാക്കിയുള്ള ഒട്ടുമിക്ക എല്ലാ കൺട്രികളും ഞാൻ കറങ്ങി. എന്നാ എന്നാ ഞങ്ങൾ അന്നാ ഇറങ്ങിയേക്കുവാ. ആന്റിയുടെ പണി നടക്കട്ടെ. ബാ മോളെ. അല്ലസ് ഗുഡ് ഡേ, ഗോഡ് സേക്നസി. ആന്റിക്ക് എങ്ങനെ ജർമ്മൻ അറിയാം? ഞാൻ പിന്നെ ഈ ചക്കവർത്തവും എല്ലായിട്ട് ഞാൻ എങ്ങോട്ട് പോവാന്നാ വിചാരിച്ചേ. ഞാൻ ജർമ്മനിക്ക് എന്റെ മരുമോളുടെ അടുത്തോട്ട് പോവാ. മകനും മരുമോളും ഒക്കെ അവിടെയാ. അവരീ പറഞ്ഞു എനിക്കിതൊക്കെ അറിയാന്നേ. തേഞ്ഞ് എന്റെ പിള്ളേർ ഇവിടെ പഠിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ നാട്ടുകാരും വീട്ടുകാരും എല്ലാം നല്ലോണം അങ്ങ് ചൊറിഞ്ഞു. അതുകൊണ്ട് എന്നാ എന്റെ പിള്ളേര് നന്നായിട്ട് പഠിച്ച് അവരങ്ങ് വെളിയിൽ പോയി. അവരെ കാണാൻ ഞാൻ ഇങ്ങനെ പോകുമ്പോ ഇപ്പൊ ഉള്ള നാട്ടുകാർക്ക് ഇതേ ചൊറിച്ചിൽ തന്നെ ഉണ്ട്. പക്ഷെ ആ ചൊറിച്ചിലുണ്ടല്ലോ എനിക്ക് ഭയങ്കര സുഖവാ. ഹലോ, അപ്പൊ വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അവിടെ തന്നെ സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ഒരു റൈറ്റ് ചോയ്സ് ആണ് IRS ഗ്രൂപ്പ്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് ജർമ്മനിയിൽ സൗജന്യ പഠനത്തിനും പഠനത്തിന് ശേഷം വർക്ക് പെർമിറ്റോട് കൂടെയുള്ള വിസയും ലഭിക്കുന്നതാണ്. 5 മാസം കൊണ്ട് കുറഞ്ഞ നിരക്കിൽ ജർമ്മൻ ലാംഗ്വേജ് പൂർത്തീകരിക്കാവുന്നതാണ്. A1, A2, B1, B2 ലെവൽ പഠിപ്പിക്കുന്നതിന് ഗോയിത്ത സർട്ടിഫൈഡ് ട്രെയിനേഴ്സും ഇവിടെ അവൈലബിൾ ആണ്. എക്സാമിന് ഒരുങ്ങുന്ന സ്റ്റുഡൻസ് വീക്ക്ലി എക്സാമുകളും 1-to-1 ലെക്ചേഴ്സും ഇൻഡിവിജ്വൽ സപ്പോർട്ടും ഗ്രൂപ്പ് ഡിസ്കഷനും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓൺലൈൻ പഠിക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിനാണെന്നുണ്ടെങ്കിലും ട്രെയിനേഴ്സ് അവൈലബിൾ ആണ്. 35 രാജ്യങ്ങളിലായിട്ട് ഇവർ സ്റ്റുഡന്റ് വിസയും പ്രോസസ്സിംഗ് ചെയ്തു കൊടുക്കുന്നതാണ്. കൂടാതെ നഴ്സസിന് OET, PTE, IELTS, CBT, TOEFL ട്രെയിനിങ്ങും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാൻ IRS എന്നും നിങ്ങൾക്കൊപ്പം. Subscribe my